അങ്ങനെ അനിയുടെ കല്യാണക്കാരിയൊക്കെ വീട്ടിലിങ്ങനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നന്ദുവിനിവിടെ ആകെപ്പാടെ വിഷമിച്ചിങ്ങനെ നന്ദു നടക്കുകയാണ്. കനകവും ഗോവിന്ദനും നന്ദുവിൻ്റെ പുറകെ നിന്ന് നടക്കുന്നുണ്ട് കേട്ടോ. നന്ദു പെട്ടെന്ന് എന്തെങ്കിലും അവിവേകം കാണിക്കുമെന്നാണ് അവരുടെ പേടി. നന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങൾ ജീവനോടുണ്ടാവില്ല എന്ന് കനകവും ഗോവിന്ദനും ഉറപ്പിച്ചിങ്ങനെ തീരുമാനിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നന്ദു വന്നിട്ട് പറയാണ്ട്, അമ്മയും അച്ഛനും പേടിക്കേണ്ട, ഞാൻ ഇതിൻ്റെ പേരിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് നിങ്ങളാ വലുത്. ഇന്നലെ കണ്ട അനിയെക്കാട്ടിലും എനിക്ക് വലുത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. എൻ്റെ വിഷമമൊക്കെ മാറി, അതൊക്കെ മാറി നമുക്ക് അനിയുടെ കല്യാണത്തിന് പോയിട്ട് അടിച്ചു പൊളിച്ച് തിരിച്ചു വരണം എന്നൊക്കെ നന്ദു പറയുമ്പോഴേക്കും കനകം വന്നിട്ട് പറയാണ്, എൻ്റെ മോളുടെ മനസ്സിനുള്ളിലെ തീയൊക്കെ അമ്മയ്ക്ക് മനസ്സിലാഞ്ഞിട്ടല്ല, പക്ഷെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു ബന്ധമാണത്. എൻ്റെ മോക്ക് മറ്റാരും ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഈ അമ്മയച്ഛനെ നടത്തുന്നതിനെ, പക്ഷേ ഇത് പറ്റില്ല എന്നിങ്ങനെ കനകം പറയുന്നുണ്ട്. അതൊന്നും എനിക്ക് സാരമില്ല അമ്മേ, അമ്മ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഗോവിന്ദൻ പറയാണ്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മോക്ക് ഒരു വിഷമവും ഒരു ബുദ്ധിമുട്ടും ഇല്ല, നമ്മൾ അവൾക്ക് വലുത്. അതുകൊണ്ട് അത് പറഞ്ഞ് അവളെ ഇനി വേദനിപ്പിക്കാനും നിൽക്കേണ്ട, അവളിന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. കനകം പറയാണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അനി അവളുടെ മനസ്സിൽ നിന്ന് പോകുമെന്ന്? അങ്ങനെയെങ്ങും അനി അവളുടെ മനസ്സിൽ നിന്ന് പോയില്ല. കാരണം ഇന്നേ വരെ അവളുടെ മനസ്സിലേക്ക് ഒരു പയ്യനും കടന്നു വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് അനി കയറി വന്നിരിക്കുന്നത്. അങ്ങനെ തോന്നുമ്പോൾ അനി അവൾക്ക് സ്പെഷ്യലാ. ഒരിക്കലും അനിയുമായിട്ടുള്ള ബന്ധം അവൾ ഉപേക്ഷിക്കുകയാണെന്നും പോകുന്നില്ല. അനിയുടെ വിവാഹം അറിഞ്ഞപ്പോൾ തൊട്ട് അവൾ ഇത്രയ്ക്കും അങ്ങ് ബുദ്ധിമുട്ടിലായിപ്പോയത്. ഇന്നേ വരെ മറ്റാരോടും തോന്നാത്തൊരു വികാരം അനിയോട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ഇത് മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ഇവൾ പറഞ്ഞിട്ട് പോയതൊക്കെ അവളുടെ മനസ്സിൽ നിന്ന് വന്നതല്ല. നമ്മളെ വിഷമിക്കരുതെന്ന് ഓർത്ത് മാത്രം അവൾ പറഞ്ഞിട്ട് പോയതാ. അവൾക്ക് വിഷമില്ലെന്നാണോ ഓർക്കുന്നത്? അതുകൊണ്ട് ഏത് നിമിഷം എന്തും സംഭവിക്കാം. എപ്പോഴും നമ്മൾ തയ്യാറായിട്ട് വേണം ഇരിക്കാനെന്ന് കനകം പറയുന്നുണ്ട്. ഗോവിന്ദൻ പറയാണ്, ശരിയാ, നീ പറഞ്ഞത് ശരിയാ, ഞാൻ അത്രത്തോളം അങ്ങ് കടന്ന് ചിന്തിച്ചില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനി കുറേ തവണ നന്ദുവിനെ ഫോൺ വിളിക്കുന്നുണ്ടെങ്കിലും നന്ദു ഫോൺ എടുക്കുന്നില്ല കേട്ടോ. ഇതേ സമയത്ത് തന്നെ അനി വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. ഈ അനി വരുന്ന കാണുമ്പോഴേക്കും ഗോവിന്ദനും കനകവും ഒന്ന് ഷോക്കായി നിൽക്കുകയാണ്. എന്താ അങ്കിൾ ആൻറ്റി ഇങ്ങനെ നോക്കുന്നു ചോദിക്കുമ്പോൾ, ഒന്നുമില്ല മോനെ, ഇരിക്കും മോനെ എന്ന് പറയുന്നുണ്ട്. കല്യാണക്കാരിയൊക്കെ എവിടം വരെ ആയെന്ന് ചോദിക്കുമ്പോഴേക്കും അതെല്ലാം അവിടെ എല്ലാവരും തീരുമാനിക്കുന്നുണ്ടെന്ന് പറയാണ്. എന്നിട്ട് ഇപ്പം ഇവരെൻ്റെ മറുപടിയും ചോദിക്കുന്നില്ല കേട്ടോ. നന്ദു എവിടെ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അവൾ മുറിയിലുണ്ട്. എന്ത് പറ്റി അവൾക്കെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല മോനെ എന്ന് പറയുന്നുണ്ട്. അനിയാണെങ്കിൽ ഞാൻ നന്ദുവിനെ വിളിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നന്ദു എന്ന് വിളിക്കുമ്പോഴേക്കും നന്ദു ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. അനിയെ കടണ്ട പാടെ നന്ദു അങ്ങ് ആപ്പടങ്ങ് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. അനി ചോദിക്കുകയാണ്, എന്താ നന്ദു നീ വിളിച്ചാൽ ഫോൺ എടുക്കാത്തത്? വഴിയിൽ വെച്ച് കണ്ടിട്ടൊന്ന് മിണ്ടാൻ നോക്കിയാൽ നീ അങ്ങനെ മിണ്ടില്ല, പിന്നെ ഒന്ന് സംസാരിക്കാന്ന് വെച്ച് ഫോൺ വിളിച്ചാലോ നീ അതും എടുക്കില്ല. ഇന്ന് അനാമിക പറഞ്ഞു നിന്നെ ഹോട്ടലിൽ വെച്ച് കണ്ടുപോന്ന്, എന്നിട്ട് നീ ഒരു വാക്ക് പോലും മിണ്ടാതെ അവിടെ നിന്ന് ഒഴിഞ്ഞുമാറി പോയിന്നാ പറഞ്ഞേ. എന്താ നന്ദു എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല അനി, എനിക്കൊരു തലവേദന പോലെ അതാണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ വാ നമുക്കൊന്ന് പുറത്തേക്കൊക്കെ പോയിട്ട് വരാം, നീയും ഒന്ന് റിലാക്സ് ആവുമല്ലോ, എനിക്ക് ഇതിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഗോവിന്ദനും കനകത്തിനും മനസ്സിലാവുന്നുണ്ട് നന്ദുവിനോട് അനി തൻ്റെ പ്രണയം പറയാനാണ്. അപ്പോഴേക്കും കനകം പറയാണ്, അതല്ല മോനെ കല്യാണമായിട്ട് ഒരുപാട് ജോലി കാണുമല്ലോ, ഇവൾക്കാണെങ്കിലോ നല്ല തലവേദനയും വയറുവേദനയൊക്കെ ഉണ്ട്, അവൾക്കിപ്പോൾ പുറത്തേക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് അനാമിക അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. അനാമികയെ കണ്ടപാടെ എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ്. നന്ദുവും അനിയും എല്ലാവരും ഇങ്ങനെ ഒരു ഞെട്ടിൽ നിൽക്കുകയാണ്. എന്താ അനാമിക നീ എന്താ ഇവിടെയും ചോദിക്കുമ്പം എനിക്കെന്താ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് അനാമിക ചോദിക്കുമ്പോഴേക്കും കനകം പറയണ, അതിനെന്താ മോൾ കയറി ഇരിക്കുകയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനാമിക അങ്ങോട്ടേക്ക് കയറി ഇരിക്കുകയാണ്. അല്ല ഞാനിവിടെ ഉണ്ടോ നിനക്കങ്ങനെ മനസ്സിലായെന്ന് അനി ചോദിക്കുമ്പോഴേക്കും, ഞാൻ നിന്നെ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി എത്ര തവണയാണ് വിളിച്ചത്, നീ ഫോൺ എടുത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഷോപ്പിങ്ങിന് തന്നെ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. ഈ വഴി പോയപ്പോഴാണ് നിൻ്റെ ബൈക്കിവിടെ കിടക്കുന്നത് കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നീ നന്ദുവിനെ കാണാൻ വേണ്ടി തന്നെ വന്നതായിരിക്കുമെന്ന്. അതാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറിയതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനിയൊന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് അനി പറയാണ്, നന്ദു കുറച്ച് ദിവസം വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കുന്നില്ല, അതുകൊണ്ടാണ് എന്താ കാര്യം നിറയെ വന്നത്, അവൾക്ക് നല്ല തലവേദനയും അവൾക്ക് സുഖമില്ലാന്നാണ് പറഞ്ഞത്, അവളെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് ഓർത്താൽ നന്ദു ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുമ്പം നന്ദു, വേണ്ട അനി അത്രയ്ക്കൊന്നും ഇല്ല, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയായിരുന്നു, ഇപ്പോൾ കുറവുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ ഷോപ്പിങ്ങിന് പോകാൻ വരുന്നോ, അനാമികയോടെ പോകാമെന്ന് പറയുമ്പോഴേക്കും നന്ദു, ഞാൻ വരുന്നില്ല അനി എന്ന് പറയാണ്. നന്ദു പ്ലീസ് നന്ദു എന്ന് പറയുമ്പോഴേക്കും അനാമിക പറയുന്നു, അവൾ വരുന്നില്ല എന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാണ് കമ്പൽ ചെയ്യുന്നത്, അവൾക്ക് സുഖമില്ലെന്ന് പറയുന്നില്ലേ, അവൾ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനിയാണെങ്കിൽ അനാമികയെ മനസ്സിൽ ഓർക്കണം നാശം, അവളോട് എങ്ങനെയും കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കരുതിയപ്പോഴേക്കും അപ്പോഴേക്കും കയറി വന്ന് നോക്കുന്നുണ്ട്. എന്നാൽ ശരി നന്ദു ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കനകത്തിനോടും
ഗോവിന്ദനോടും അനി പറയാണ്, അങ്കിൾ ആൻറ്റി ഞാൻ പോയിട്ട് വരാം, അവളെ ശ്രദ്ധിച്ചോണേ എന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പോകുന്ന വഴിക്ക് അനാമിക ചോദിക്കുകയാണ്, ഓ എന്തുമാത്രം കെയറിങ് അവളോട്, എന്നോട് ഇത്രയ്ക്കും കെയറിങ് ഒന്നും കാണിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പം കഴിഞ്ഞ 1 വർഷമായിട്ട് നന്ദുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അത് മാത്രമല്ല എൻ്റെ ഏട്ടത്തെ അനിയത്തിയും കൂടെയാണ്. അങ്ങനെ നോക്കുമ്പം 2 വഴിക്കൊന്നും അവൾ എനിക്ക് പ്രിയപ്പെട്ടുള്ള തന്നെയാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയ്ക്കും അവളുടെ കെയറിങ്. നിന്നെ പരിചയപ്പെട്ടിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ എന്ന് അനി പറയുന്നുണ്ട്. അങ്ങനെ പോയി കഴിയുമ്പോഴേക്കും നന്ദു ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോഴേക്കും കനകം പറയാണ്, ഞാൻ പറഞ്ഞില്ലേ അനിയുടെ മനസ്സിൽ അവളുണ്ടെന്ന്. അനാമിക വന്നു കയറിയപ്പം നന്ദു അനിയുടെ റിയാക്ഷൻ കണ്ടിരുന്നു. അവൻ ആ കുട്ടിയുടെ വലിയ താല്പര്യമൊന്നുമില്ല, ആ കുട്ടിയാണെങ്കിൽ ഒരു വല്ലാത്തൊരു സ്വഭാവക്കാരൻ തോന്നുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഗോവിന്ദൻ പറയാണ്, സ്വഭാവം എങ്ങനെയായാലും എന്താ, അനന്തപുരക്കാരുടെ ഒപ്പം നിൽക്കാനുള്ള ക്യാഷ് ഉണ്ടല്ലോ, അതല്ലേ അവർക്കൊക്കെ വേണ്ടത്, അതുകൊണ്ട് നീ അതിനെക്കുറിച്ചും ചിന്തിക്കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ ഗോവിന്ദനും കനവും കൂടിയിട്ട് ഹാളിൽ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് പച്ചക്കറിയൊക്കെ അറിഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും കതക് തുറന്ന് അവർ ഞെട്ടിക്കുന്നൊരു കാഴ്ച കാണുന്നത്. അതായത് അനിയും നന്ദുവും കൂടി വിവാഹം കഴിഞ്ഞിട്ട് താലിമാലയും പൂവൊക്കെ ആയിട്ട് എങ്ങനെ വാതൊക്കെ തന്നെ നിൽക്കുകയാണ്. ഈ കാഴ്ച കണ്ടതും കൈയിടുന്ന പാത്രമൊക്കെ കനകത്തിൻ്റെ കയ്യിൽ നിന്ന് താഴെ പോകുന്നുണ്ട്. എടി എന്ത് പണിയാണ് നീ കാണിച്ചതെന്ന് ചോദിച്ചിട്ട് ഓടി വന്ന് നന്ദുവിനെ പിടിക്കാൻ പോകുമ്പോഴേക്കും അനി പറയണം, അമ്മേ അവളെ അടിക്കരുത്, എൻ്റെ ഭാഗത്ത് തെറ്റായില്ല. നന്ദുവിനെ ഞാൻ ഫോൺ വിളിച്ചപ്പം അവൾ ഫോൺ എടുത്തു, ഞാൻ അവളോട് ചോദിച്ചു എനിക്ക് അവളെ ഇഷ്ടമാണ്, അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് ചോദിച്ചപ്പം അവളുടെ മനസ്സിലുള്ള അവളെ തുറന്ന് പറഞ്ഞു എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ മറ്റൊരു പെൺകുട്ടിയെ സ്വീകരിക്കുന്നത് ഒട്ടും ശരിയില്ലെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ നന്ദുവിനെ തന്നെ സ്വീകരിച്ചത്. എൻ്റെ മനസ്സിൽ നന്ദു മാത്രമേ ഉള്ളൂ, അനാമിക ഇല്ല എന്ന് അവൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഞാൻ നിങ്ങളെ 2 പേരെയും കൂടെ വിവാഹം കഴിപ്പിച്ച് വെച്ചതാണെന്ന് എല്ലാവരും പറയുള്ളൂ. അനന്തപുരിയിൽ വീഴാൻ പോകുന്ന വലിയൊരു ബോംബായത്, ദയവ് ചെയ്ത് എൻ്റെ മക്കൾ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കോ, എനിക്കറിയണ്ട, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വപ്നത്തിൽ കിടന്ന് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഗോവിന്ദൻ, എടി എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട മോളെ എന്ന് ചാടി എഴുന്നേൽക്കാണ് കനകം. ഗോവിന്ദൻ ചോദിക്കുകയാണ്, എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ഗോവിന്ദേട്ട ഞാനൊരു സ്വപ്നം കണ്ടു, നമ്മുടെ നന്ദുമോള് അനിയെ വിവാഹം കഴിച്ചുകൊണ്ട് ഈ വീടിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നത്. ഗോവിന്ദൻ പറയണം, നീ എന്തൊക്കെയാണ് കനകം ഈ പറഞ്ഞത്, നീ മിണ്ടാ കിടക്കാൻ നോക്ക്, അങ്ങനെയുള്ള സ്വപ്നങ്ങൾ പോലും കാണണ്ട, സ്വപ്നം കാണുന്ന പോലും ആപത്താ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല, നന്ദു ഒരിക്കലും അനി വിവാഹം കഴിക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് അനിയുടെ വിവാഹം നടക്കണം, അതിന് നമ്മളോട് മുൻകൈ എടുത്ത് ഇറങ്ങണം എന്നൊക്കെ കനകവും ഗോവിന്ദനും പറയുന്നുണ്ട്. അങ്ങനെ ഒരു സമാധാനം ഇല്ലാതെ കനകം വീണ്ടും കിടന്നുറങ്ങാണ്. അപ്പോഴേക്കും ഗോവിന്ദനോട് കനകം പറയുന്നുണ്ട്, നമുക്കൊന്നുപോയി അവളുടെ മുറിയിൽ നോക്കിയിട്ട് വരാം, അവളോട് ഉണ്ടോയെന്ന്. അപ്പോഴേക്കും ഗോവിന്ദൻ ചോദിക്കുകയാണ്, എന്താ നിൻ്റെ മോളിൽ നിനക്ക് സംശയമുണ്ടോ? സംശയമല്ല ഗോവിന്ദേട്ടാ, പെൺകുട്ടികളുടെ മനസ്സല്ലേ, എപ്പോഴാണ് മാറുന്നത് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ 2 പേരും കൂടിയിട്ട് അവളുടെ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോഴേക്കും കഥ തുറന്ന് നോക്കുമ്പോഴേക്കും അവൾ കിടന്ന് ഉറക്കമായിരിക്കും കേട്ടോ. കണ്ടില്ലേ എൻ്റെ പാവം കുട്ടി, അവൾ കിടന്ന് ഉറക്കുക, എത്രയൊക്കെ പറഞ്ഞാലും അവൾക്ക് അനിയെ മറക്കാൻ സാധിക്കുന്നുണ്ടാവില്ല, ഇപ്പോഴെങ്ങാണ് ആയിരിക്കും ഉറങ്ങിയെന്നും പറഞ്ഞിട്ട് അവർ 2 തിരികെ മുറിയിലേക്കും പോകുന്നുണ്ട്.